ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദുബായ് വ്ളോഗിൻ്റെ ഭാഗമായ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ടായിരുന്നു. സോ അതും കൂടെ ചെയ്യാനുണ്ടോ. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഐൻ ബേബിയുടെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം, അത് ഞങ്ങൾ ദുബായ് വരാനുള്ള മെയിൻ റീസൺ ഉള്ള സ്ഥലമാണിത്. സോ ഇതാണ് മെർമെയ്ഡ്സ് ഓഫ് അറേബ്യ. ഇത് ഐൻ ബേബിയുടെ നാസ്റ്റിയ എന്ന് പറഞ്ഞ കാർട്ടൂണുണ്ട്. സോ ആ കാർട്ടൂണിനകത്ത് അവരിവിടെ പോയി മേക്കപ്പൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ അത് കണ്ട് ആവശ്യമൊത്താണ് ഞങ്ങൾ പോയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഐൻ ബേബി സ്ഥലം കണ്ട് ആകെ വണ്ടടിച്ചു കേട്ടോ. സോ ഇത് അടിപൊളിയാട്ടോ, കാണാനും നല്ല രസമുണ്ട്. അവിടെ നമുക്ക് അവിടുത്തെ 299 ആണ് അവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ്. അപ്പോൾ ഇതിനകത്ത് അവർ മോമേഡിനെ പോലെ മേക്ക് ഓവറൊക്കെ ചെയ്ത് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ബാക്കി ആക്സസറീസ്. ഇപ്പോൾ നമുക്കൊരു നോർമൽ ആക്സസറീസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. സോ അവർ വന്ന് ഐൻ ബേബീനെ ഫുൾ മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ജസ്റ്റ് ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ അവർ ജസ്റ്റ് കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് നമ്മൾ ഹെയറൊക്കെ ഇതാക്കി. നല്ല രസമുണ്ടായിരുന്നു അത് ചെയ്യുന്നത് കാണാൻ. ഐൻ ബേബിൻ്റെ ഡ്രീമിലാണ്. അത്രയ്ക്ക് ആൾ എക്സൈറ്റഡ് ആണ്. സോ ഞങ്ങൾ ചില നേരത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. സോ അവരുടെ കഴിഞ്ഞിട്ട് അവർ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് രണ്ടുപേര് വന്നിട്ട് ഹെൽപ്പൊക്കെ ചെയ്തു, ഒരു ക്രൗൺ വെച്ചു. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് ഈ ചെയറിനകത്തായിരുന്നു ഫുള്ള് നമ്മൾ ഉരുട്ടിക്കൊണ്ട് നടന്നേക്ക്. സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലഷ് ആഡ് ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു. ഐൻ ബേബിയുടെ ലുക്കേ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഈ കാർട്ടൂൺ കാണുമ്പോഴത്തേക്ക് എപ്പോഴും ഇവിടെ വീട്ടിൽ കിടന്ന് ബഹളമായിരുന്നു, ഐ വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ എവിടെ പോകും എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അപ്പോൾ അവളുടെ കാർട്ടൂണിനകത്തുള്ള കുറേ സ്ഥലങ്ങൾ എല്ലാം ദുബായിലുള്ളതാണ്, കുറേ പാർക്കും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേ പോകാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇനി നോക്കട്ടെ, ഇനി അടുത്ത വ്ളോഗ് വല്ല ഇടാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. അപ്പം അങ്ങനത്തെ കുറേ പാർക്കുകളുണ്ടല്ലോ ദുബായിൽ. സോ അവിടെയൊക്കെ പോകണമെന്ന് കരുതിയിരിക്കുന്നു. ഇതൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആക്സസറീസൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളെയും കൂടെ ഇരുത്തി ഫോട്ടോ എടുക്കും. അവിടുത്തെ എല്ലാവരും നല്ല കോർഡിനേഷനായിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിക്കാനും. പിന്നെ അത് ഇവിടെ നിന്നുള്ള കുട്ടിയായിരുന്നു, ഫിലിപ്പീനിയായിരുന്നു. സോ ഐൻ ബേബിയായിട്ട് കുറേ വർത്താനം പറഞ്ഞു, കുറേ ഡാൻസ് കളിച്ചു, എല്ലാം. പിള്ളേരെ ഫുള്ള് അവിടെ എൻഗേജ് ആക്കും. എന്നിട്ട് അവർ തന്നെ ഓരോ പോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് അക്വേറിയത്തിൻ്റെ തൊട്ട് സൈഡിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ വ്യൂവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുന്ന ഒരു പാരൻറ്റിന് കൂടെ കയറാം നമ്മുടെ ഈ പാക്കേജിനകത്ത്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ വേറെ ആൾക്കാർക്ക് കയറണമെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് മെർമെയ്ഡിൻ്റെ കോസ്റ്റ്യൂമും പിന്നെ നമുക്കുള്ളത് പൈററ്റ്സിൻ്റെ കോസ്റ്റ്യൂമും അവിടെ ഉള്ളത്. സോ നമുക്ക് ഫാദറോ അല്ലെങ്കിൽ ബ്രദറോ അങ്ങനെ ആരെങ്കിലും കൂടെ കയറുവാണെങ്കിൽ ബോത്ത് ഗേൾസിനും ബോയ്സിനുമുള്ള ഔട്ട്ഫിറ്റിനകത്തുണ്ട്. അപ്പോൾ ഐൻ ബേബിക്ക് അവിടെ കുറച്ച് കളറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തങ്ങ് അർമാദിച്ച്. അപ്പോഴത്തേക്ക് ഇത് ഇത്രയും കുറച്ച് ടൈം നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ നമുക്ക് ഈ പാക്കേജിനകത്ത് നമുക്കൊരു ഫ്രെയിമാണ് കിട്ടുന്നത്. ഒരു ഇതേപോലെ അവിടെ വെച്ച് ഫോട്ടോ എടുത്തതിൻ്റെ ഒരു ഫ്രെയിം കിട്ടും. പിന്നെ അവരെടുത്തിരിക്കുന്ന എല്ലാ ഫോട്ടോസിനും നമുക്ക് ഒരു USB-യിലാക്കി നമുക്ക് തരും. അപ്പോൾ ഇത് പിന്നെ മെർമെയ്ഡ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞാൽ എഴുതിയൊരു ടാഗും കൂടെ നമുക്ക് തരും. സോ ഇത്രയൊക്കെയാണ് ഈ പാക്കേജിനകത്ത്